ഇനി തിങ്കളാഴ്ച കലൂരിൽ നടക്കാൻ പോകുന്ന മത്സരത്തിന് മുന്നോടിയായി രാഹുൽ കെപിയോടും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനോടും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ വന്ന് പെട്ടെന്നൊരു വീഡിയോ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങളിൽ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ ഉദ്ദേശം ഇങ്ങനെ വന്നിരുന്ന് വലിയ നല്ലപുള്ള ചമയലല്ല. വെൽക്കം ബാക്ക് ഗൈസ്, ദ ഫുട്ബോൾ ജനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഡീഷ FC ആയിട്ടുള്ള മത്സരത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു മത്സരത്തിന് മുമ്പായി എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം ഒന്നേ ഒന്ന് മാത്രമാണ്. അത് രാഹുൽ KP തിരിച്ച് കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഒഡീഷയിലേക്കുള്ള ട്രാൻസ്ഫറിന് ശേഷം ആദ്യത്തെ മത്സരത്തിൽ തന്നെ രാഹുൽ 90 മിനിറ്റും കളിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിൽ സീസണിലെ ആദ്യ 2 മത്സരങ്ങൾക്ക് ശേഷം ഒരു മത്സരത്തിൽ പോലും 90 മിനിറ്റ് രാഹുലിന് തികച്ചു കളിക്കാനായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സെർജിയോ ലൊബേറയുടെ കീഴിൽ വന്നിട്ട് നേരെ ലൈനപ്പിലേക്ക് വന്ന് ഒരു വലിയ ഇമ്പാക്റ്റും ഉണ്ടാക്കി. ഒരു പരിധിവരെ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഈ ഒരു ക്ലബ്ബ് വിടുമ്പോൾ എല്ലാവരും പച്ച പിടിക്കുകയാണല്ലോ പതിവ്. ഒരു നാണയത്തിന്റെ 2 വശം എന്ന പോലെ ഏതൊരു കാര്യം എടുത്താലും അതിന്റെ 2 പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് രാഹുൽ KPയുടെ ഈ ട്രാൻസ്ഫറും. ഈ ട്രാൻസ്ഫറിനായി ഏകദേശം 25 ലക്ഷം രൂപയാണ് ഒഡീഷ FC മുടക്കിയത് എന്നുള്ള വാർത്തകൾ ഓൺലൈനിൽ പ്രചരിച്ചപ്പോൾ പലരും പല ഒപ്പീനിയൻ പറയുന്നത് ഞാൻ കേട്ടു. ചിലർ പറഞ്ഞു ഇത് വളരെ തുച്ഛമായ ഒരു ട്രാൻസ്ഫർ ഫീ ആണെന്ന്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു ഇനി പൈസ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പ്ലെയർ ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി എന്ന്. ശരിക്കും ഈ ട്രാൻസ്ഫർ കൊണ്ട് ആർക്കാണ് നേട്ടം ഉണ്ടായിട്ടുള്ളത്? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്കാം. കോൺട്രാക്റ്റിൽ വെറും 5 മാസം മാത്രം ബാക്കിയുള്ള രാഹുൽ KP ഈ സീസണിനൊടുവിൽ എന്തായാലും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന് നമുക്കൊക്കെ ഉറപ്പായിരുന്നു. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു എഫേർട്ട് ക്ലബ് ഇടും എന്നും എനിക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബെഞ്ചിലിരിക്കാൻ വേണ്ടി മാത്രം ഈ പ്ലെയറിന് ഇനിയുള്ള 5 മാസവും സാലറി കൊടുത്ത് അതിന്റെയൊക്കെ ഒടുവിൽ 1 രൂപ പോലും ട്രാൻസ്ഫർ ഫീ ലഭിക്കാനാവാതെ വിട്ടുകളയാനാണെങ്കിൽ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ കോൺട്രിബ്യൂഷന്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ രാഹുലിന് ഈ അടുത്തൊന്നും ആയിട്ടുമില്ല. ഇനിയിപ്പോൾ രാഹുലിന്റെ ആംഗിളിൽ നിന്ന് നോക്കുവാണെങ്കിലും ഇതൊരു പെർഫെക്റ്റ് ട്രാൻസ്ഫർ ആണ്. അതറിയാൻ വേണ്ടി ഈ രാഹുൽ KPയും സെർജിയോ ലൊബേറയും ഈ ഒരു ട്രാൻസ്ഫറിന് ശേഷം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. രാഹുൽ പറഞ്ഞത് ഒഡീഷയായിരുന്നു എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരേ ഒരു ക്ലബ്ബ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസിഷൻ എനിക്ക് വളരെ ഈസി ആയിരുന്നു എന്ന്. അതുപോലെ തന്നെ ലൊബേറയും എടുത്തു പറഞ്ഞിരുന്നു തനിക്ക് ആവശ്യമായ ഒരു റൈറ്റ് പ്രൊഫൈലിലുള്ള ഒരു പ്ലെയർ ആണ് രാഹുൽ എന്ന്. ഇത് 100% ഉറപ്പാണ്. കാരണം മുൻകാലങ്ങളിൽ ലൊബേറയ്ക്ക് കളിച്ചിട്ടുള്ള വിങ്ങേഴ്സിനെ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഗോയയിൽ ജാക്കി ചന്ദ് സിംഗ്, മുംബൈയിൽ ബിപിൻ സിംഗും ചാങ്തയും, അതുപോലെ തന്നെ ഒഡീഷയിൽ ജെറിയും ഐസക്കും, ഇവരെല്ലാവരും ലൊബേറയുടെ കീഴിൽ വേറൊരു ഡൈമെൻഷനിലേക്ക് ഉയർന്ന വിങ്ങർമാർ തന്നെയാണ്. അതുപോലെ തന്നെ രാഹുലിന്റെ കരിയറിൽ ലൊബേറനെ പോലെ ഒരു കോച്ച് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഇവാൻ വൊക്കുമാനോവിച്ചിന്റെ കീഴിൽ രാഹുൽ കളിച്ചിട്ടുണ്ടെങ്കിലും ഇവാൻ കൂടുതലും ഒരു മാൻ മാനേജറാണ്. ലൊബേറ ആണെങ്കിൽ ഒരു പ്രോപ്പർ കോച്ചും. ഇതിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഒരു മാൻ മാനേജർ പ്ലേയേഴ്സിനോട് വളരെ വ്യക്തിബന്ധം പുലർത്തി അവരുടെ ഇമോഷൻസ് വളരെ ഹൈ ആക്കി വെച്ച് ആ ഒരു മൊമെന്റത്തിൽ ടീമിനെ കൊണ്ട് കളിപ്പിച്ച് റിസൾട്ട്സ് ഉണ്ടാക്കും. ഒരു സാർ അലക്സ് ഫെർഗൂസനൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചെയ്ത പോലെ. എന്നാൽ ലൊബേറെ പോലെ ഒരു പ്രോപ്പർ കോച്ച് കുറച്ചും കൂടെ ട്രെയിനിങ്ങിൽ പ്ലെയേഴ്സിനെ ഇംപ്രൂവ് ചെയ്ത് അവരുടെ ടെക്നിക്കൽ എബിലിറ്റിയും ടാക്ടിക്കൽ നോളജും ഒക്കെ വർദ്ധിപ്പിക്കും. ഒരു മാൻ മാനേജറിന്റെ കീഴിൽ കളിച്ചുകൊണ്ടിരുന്ന രാഹുൽ KP ഇനി ഇങ്ങനൊരു കോച്ചിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അവന്റെ കരിയർ തന്നെ മാറ്റിയേക്കാം. വളരെ വെൽ പ്ലാൻഡ് ആയ ഒരു കോച്ചാണ് ലൊബേറ. ഏത് പ്ലെയർ എവിടെ കളിക്കണം, പൊസിഷൻ ഉള്ളപ്പോഴും പൊസിഷൻ ഇല്ലാത്തപ്പോഴും പ്ലെയേഴ്സിന്റെ പൊസിഷൻസ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ മെറ്റിക്കുലസ്ലി പ്ലാൻ ചെയ്യുന്ന ഒരാൾ. ഇങ്ങനെ ഒരു കോച്ച് രാഹുലിനെ സൈൻ ചെയ്ത് വെറും 2 ദിവസത്തിന് ശേഷമുള്ള കളിയിൽ തന്നെ അവന് 90 മിനിറ്റ് കളിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതിൽ എന്തോ ഒരു കാര്യമില്ലേ? ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനും രാഹുൽ KPക്കും തീർച്ചയായിട്ടും ഈ ട്രാൻസ്ഫർ പെർഫെക്റ്റ് ആണ്. ഇനി തിങ്കളാഴ്ച കലൂരിൽ നടക്കാൻ പോകുന്ന മത്സരത്തിന് മുന്നോടിയായി രാഹുൽ KPയോടും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനോടും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഡിയർ രാഹുൽ KP, നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത ആ ഫെയറി ടെയിൽ എൻഡിങ് നമുക്ക് ഒരുമിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ എൻജോയ് ചെയ്യാനായില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഏതൊരു സെറ്റ് ബാക്കും ഒരു കംബാക്കിനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഫാൻസ് പല നിമിഷങ്ങളിൽ വികാരഭരിതരായി മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഫുട്ബോളേഴ്സും ഞങ്ങളെപ്പോലെ തന്നെ മനുഷ്യരാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചില പെർഫോമൻസുകൾ നന്നാവാതിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള പഴികൾ ഒരുപാടാണ്. ഇപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫർ ഒരു പെർഫെക്റ്റ് ക്ലബിലേക്കാണ്. ഈ ചുരുങ്ങിയ കാലയളവിൽ ഒഡീഷ FC എന്ന ക്ലബ്ബ് ഒരു വലിയ റോഡ് മാപ്പ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ ഓൾറെഡി ഒരു ട്രോഫി ജയിച്ചു കഴിഞ്ഞു, AFC കപ്പിൽ കളിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു ടോപ്പ് കോച്ചിനെ കൊണ്ടുവന്ന് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രസ്സിംഗ് റൂമിൽ രാഹുലിന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സെർജിയോ ലൊബേറയുടെ കീഴിലുള്ള ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ഹ്യൂഗോ ബൂമൂസ്, അഹമ്മദ് ജാഹു, മുർത്താദ ഫോൾ എന്നീ ISL ചാമ്പ്യന്മാരെല്ലാം ഈ ടീമിന്റെ ഭാഗമാണ്. ഒരു പ്ലെയറിനെ സംബന്ധിച്ച് ഡെവലപ്പ് ആവാൻ പറ്റിയ പെർഫെക്റ്റ് അറ്റ്മോസ്ഫിയർ ആണിത്. ഈസ്റ്റ് ബംഗാളിലോ മോഹൻ ബഗാനിലോ കേരള ബ്ലാസ്റ്റേഴ്സിലോ ഒക്കെ ഉള്ള പോലെ ഫാൻസിന്റെയോ മീഡിയയുടെയോ അനാവശ്യ പ്രഷറും ഇല്ല. ഈ ഒരു പുതിയ തുടക്കത്തിൽ നിങ്ങൾ ചെന്നൈയിൻ FC ക്കെതിരെ പ്രൊഡ്യൂസ് ചെയ്ത പോലത്തെ മൊമെന്റ്സ്
പെർഫോമൻസ് ഇനിയും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനാവട്ടെ. ലൊബേറ പോലൊരു കോച്ചിന്റെ സിസ്റ്റത്തിൽ വളരെ റെഗുലറായി കളിക്കാനായാൽ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് കൈവരിക്കാം. ആ ഡിസിപ്ലിൻ ബിബിൻ, ചാങ്ടെ എന്നീ താരങ്ങളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയ പോലെ നിങ്ങളെയും കൊണ്ടുപോകും. ഇതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് നിനക്ക് പെർഫോം ചെയ്യാനായാൽ പുതിയൊരു സൂപ്പർ താരത്തിന്റെ പിറവിക്കായിരിക്കും ഞങ്ങൾ സാക്ഷിയാവാൻ പോകുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനോടാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വന്ന് പെട്ടെന്നൊരു വീഡിയോ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങളിൽ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആൻഡ് ഐ റെസ്പെക്ട് ഇറ്റ്. എൻ്റെ ഉദ്ദേശം ഇങ്ങനെ വന്നിരുന്ന് വലിയ നല്ലപുള്ള ചമയലല്ല. ഞാനും പ്ലേയേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ക്രിറ്റിസിസവും അബ്യൂസും തമ്മിൽ ഒരു ഫൈൻ ലൈൻ ഉണ്ട്. അത് ക്രോസ് ചെയ്യരുത്. ഒരു പ്ലെയറിന്റെ പെർഫോമൻസ് നല്ലതല്ലെങ്കിൽ അദ്ദേഹം ടീമിൽ ഉണ്ടാവരുത്, ബെഞ്ചിലിരിക്കണം എന്നൊക്കെ പറയുന്നത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണ്. പക്ഷെ അവനൊരു പാഴാണ്, ഇനി ഈ ക്ലബിൽ ഒരിക്കലും ഗുണം പിടിക്കില്ല, ഈ ക്ലബിന്റെ നാശത്തിന് കാരണം അവൻ മാത്രമാണ് എന്നൊന്നും ആരും പറയരുത്. ഈവൻ കഴിഞ്ഞ മത്സരത്തിൽ വരെ രാഹുൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകിയപ്പോൾ പലരുടെയും കമന്റ്സ് എന്നെ ഒരുപാട് സങ്കടത്തിലാഴ്ത്തി. ചിലരൊക്കെ പറയുന്നു ചെന്നൈയിനെതിരെയുള്ള ആ ഒരു ഈക്വലൈസിംഗ് ഗോള് വെറും ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടിയതാണ്, അതുപോലെ തന്നെ രാഹുലിന് ഓവർ ഹെഡ് കിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, അത് വെറുതെ ഹെഡ് ചെയ്താൽ അവന് തന്നെ ഗോൾ കിട്ടിയേനെ എന്നൊക്കെ. അവൻ ആ കറക്റ്റ് ടൈമിൽ ആ കറക്റ്റ് പ്ലേസിലെത്തി. ആ ഒരു കിക്ക് അവൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ്. ഇത്രയും ക്രിറ്റിസിസം വന്നിട്ടും ഇത്രയും മോശം പെർഫോമൻസുകൾ വന്നിട്ടും ആ ഒരു കിക്ക് പുൾ ഓഫ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അവൻ കാണിച്ചല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. ഇതൊക്കെ എത്രത്തോളം ജസ്റ്റിഫൈഡ് ആണെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഫുട്ബോളേഴ്സിന് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പെർഫോമൻസുകളും മികച്ചതായിരിക്കണമെന്ന്. സ്വന്തമായി പണിയെടുത്ത പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്ത് പോകുന്ന ഏതൊരു ഫാനും ഇത് ഡിമാൻഡ് ചെയ്യാറുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ മറുവശത്തെക്കുറിച്ചും ഞാനിപ്പോൾ ആലോചിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു സ്കില്ല് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ച് നമ്മൾ ഒരിക്കലും അമാനുഷികനാവുന്നില്ല. ലൈഫിന്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാവും. ഞാൻ ഉൾപ്പെടെയുള്ള പലരും 24 വയസ്സിൽ അച്ചീവ് ചെയ്തതിനേക്കാളും എത്രയോ കൂടുതൽ കാര്യങ്ങളാണ് രാഹുൽ ഓൾറെഡി അച്ചീവ് ചെയ്തിരിക്കുന്നത്. 13-14 വയസ്സുള്ള രാഹുൽ ഈ അച്ചീവ്മെന്റുകളിലേക്കൊക്കെ എത്താൻ വേണ്ടി ചെയ്ത സാക്രിഫൈസ് നമ്മളെല്ലാവരും എപ്പോഴും മറന്നു പോകുന്നു. പിന്നെ പൊതുവേ നമ്മുടെ ക്ലബിന് ഒരു ചീത്തപ്പേരുണ്ട്, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ ടോക്സിക് ആണെന്നും അതിന് കാരണം ഫാൻസ് ആണെന്നും ഒക്കെ. നമ്മുടെ ഫാൻസ് ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കും എന്നുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് മെയിൻ സ്ട്രീം മീഡിയയിൽ വരെ രാഹുലിനെ പോലൊരു പ്ലെയറിനെ കളിയാക്കിയുള്ള കമന്റ് വന്നത്. ഒരു കാലത്ത് ഈ ക്ലബിന്റെ എല്ലാമായ ഇന്ത്യൻ താരങ്ങളായ CK വിനീതിനും സന്ദേശ് ജിങ്കിനും ഒന്നും ഈ ക്ലബിൽ അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു എൻഡിങ് കിട്ടിയിട്ടില്ല. അവരുടെയൊക്കെ കോൺട്രിബ്യൂഷന്റെ അത്രയും രാഹുലിന്റെ കോൺട്രിബ്യൂഷൻസ് വരില്ലെങ്കിലും ഒരു പ്ലെയർ കൂടെ നമ്മുടെ ക്ലബിന്റെ പടി ഇറങ്ങുമ്പോൾ പണ്ടത്തെ തെറ്റുകളൊന്നും നമുക്ക് ആവർത്തിക്കാതിരിക്കാം. ശരിക്കും ഈ വീഡിയോയ്ക്ക് ഞാൻ വലിയ പ്രിപ്പറേഷൻ ഒന്നും ചെയ്തില്ല, വെറുതെ ക്യാമറ ഓൺ ആക്കി വെച്ചു, എന്റെ മനസ്സിൽ വന്നതെല്ലാം ഞാൻ തുറന്നടിച്ചങ്ങ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് എത്ര പേർക്ക് വർക്ക് ആവുമെന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ എന്തായാലും ഒരു ആശ്വാസമുണ്ട്. 2025 എന്ന വർഷം നമ്മുടെ ക്ലബിൽ മാറ്റങ്ങളുടെ ഒരു വർഷം ആവട്ടെ. ഫാൻസ് എന്ന രീതിയിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ കൊണ്ടുവരാനുള്ള മാറ്റങ്ങൾ നമുക്കും കൊണ്ടുവരാൻ ശ്രമിക്കാം. രാഹുൽ KPയുടെ ഒഡീഷയിലേക്കുള്ള ട്രാൻസ്ഫറിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിലെ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ആസ് ഓൾവേസ് യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.